അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഒരു നാൾ ബഹുമാനപ്പെട്ട സൽമാൻ അൽ ഫാരിസ് റളിയല്ലാഹു അൻഹു, അതായത് ഇസ്ലാം സ്വീകരിക്കുന്നത് മുന്നോളൂ മസ്ജിദുൽ ഖുബയിൽ ദച്ചോണ്ടിക്കരങ്കത്തെ ഹബീബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങും അതേപോലെ സ്വഹാബത്തങ്ങളിലെ മുട്ടത്ത് കാറ് ബണ്ട് സൽമാൻ ഫാരിസ് റളിയല്ലാഹു അൻഹു ബണ്ട് കയ്യിലെന്തുണ്ടു കുറെ ഈത്തബലുണ്ട്. ഇത് കൊടുത്തിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചൊല്ലും നിങ്ങൾ ദൂരത്തെ ബന്നറിന്റെ നഗ്ഗൊന്തുണ്ടു, ഇതാ നിങ്ങൾ ബച്ചിട്ടിക്കൊണ്ടു നഗ്ഗൊന്തുണ്ടു, അതുകൂടി നണ്ട ബಗೆയായിട്ടുള്ള ഒരു സ്വതക്കായിട്ട് ക്രിയ ഒരു ഈത്തബല ചൊന്നിട്ട് എന്താക്കുക നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുട്ട കൊടുത്തിട്ടു സൽമാൻ ഫാരിസ് റളിയല്ലാഹു അൻഹു ദൂരെ നിന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ എന്തെല്ലാം ആക്കിയിട്ട് നോക്കിയൊന്ന് തെച്ചിട്ട് ആ സമയത്ത് ഹബീബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ ആ ഒരു ഈത്ത ബലത്ത് എന്താക്കില്ല തിണ്ടില്ല. അവിടുന്ന് സ്വഹാബി നിങ്ങളുടെ ചൊന്തു ഇത് നിങ്ങൾ എന്താക്കും എടുത്ത് തിന്നറോ എന്ത് കാര്യക്കും ബഹുമാനപ്പെട്ട സൽമാൻ ഫാരിസ് റളിയല്ലാഹു അൻഹു ദൂരെ നിന്നിട്ട് നോക്കിയത്. പിന്നെ എന്തുകൊണ്ടായിരിക്കും സൽമാൻ ഫാരിസ് റളിയല്ലാഹു അൻഹു ചൊന്നത് ഇത് നണ്ട ബഗലായിട്ട് ഒരു സ്വതക്ക ചൊന്തു. അതൊക്കെ വലിയൊരു കാരണമുണ്ട്, വലിയൊരു ചരിത്രമുണ്ട്. അതായിട്ട് രണ്ട് ഞങ്ങൾ എന്താക്കരുത് നോക്കുക പോകേണ്ടത്. പേർഷ്യല്, അതായത് ഇണ്ടത്തെ ഇറാനിലെ ഇസ്ഫഹാൻ ചൊല്ല ഒരു ജാഗയില് വലിയൊരു സമ്പന്നനായ കുടുംബത്തിലാണ് ബഹുമാനപ്പെട്ട സൽമാൻ ഫാരിസ് റളിയല്ലാഹു അൻഹു എന്താ അവിടുത്തെ ജനിക്കുന്നത്. അതേപോലെ ബഹുമാനപ്പെട്ട സൽമാൻ ഫാരിസ് റളിയല്ലാഹുവിൻ്റെ ബാപ്പ ചൊല്ലത് ഒരു മജൂസിയായ ആളായിട്ടുണ്ട്, അതായത് തീരെ ആരാധിക്കറങ്ങിക്കത്തെ ഒരാൾ. അതുമാത്രമല്ല ആ ഒരു തീരെ ആരാധിക്കറങ്ങിക്കത്തെ ആ ഒരു പല്ലിൽ എല്ലാ നാളും എന്താവും തീ കത്തിയോണ്ടിരിക്കണം. ആ തീ എന്താവും തീര പൊലിയുക തീര അത് നോക്കണമെങ്കിൽ ഒരു ആളും കൂടിയായിട്ട് ആരും ഈ സൽമാൻ ഫാരിസ് റളിയല്ലാഹുവിൻ്റെ അബ്ബ ചൊല്ലത്, അതായത് സൽമാൻ ഫാരിസ് റളിയല്ലാഹുവിൻ്റെ ബാപ്പ ചൊല്ലത്. അയാൾ എത്രച്ചൊന്നും വലിയ തോട്ടം കാര്യമെല്ലാം ഉള്ള ഒരാളായിട്ടുണ്ട്. അതുമാത്രമല്ല ആ ഒരു പള്ളിയുടെ, അതായത് ഈ മജൂസിങ്ങളെ പള്ളി, അതായത് ഈ അഗ്നി ആരാധന ആക്രമണത്തെ ആ ഒരു പള്ളിയുടെ വലിയൊരു മുഖ്യസ്ഥനായ ആളായിട്ട് എന്താറ് ഈ സൽമാൻ ഫാരിസ് റളിയല്ലാഹുവിൻ്റെ അബ്ബ ചൊല്ലത്. സൽമാൻ ഫാരിസ് റളിയല്ലാഹുവിൻ്റെ ഈ ബാപ്പക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് അത്രക്കും പിരിസത്തിലൂടെയാണ് ആരെ ബൽത്തിയത്, ബഹുമാനപ്പെട്ട സൽമാൻ ഫാരിസ് റളിയല്ലാഹുവിൻ്റെ ബൽത്തിയത്. എത്രത്തോളം ചെന്നെങ്കിൽ പർത്തു എന്തും ആരെ കടത്തിയോ ഇല്ലಂತ ബഹുമാനപ്പെട്ട സൽമാൻ ഫാരിസ് റളിയല്ലാഹുവിൻ്റെ കടത്തിയോ ഇല്ലಂತ. അതായത് ഔത്തിലായിട്ടാണ് ആര് ജീവിച്ചു ചെയ്യുന്നത്, സൽമാൻ ഫാരിസ് റളിയല്ലാഹു ജീവിച്ചു ചെയ്യുന്നത്. ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരു നാൾ ഈ സൽമാൻ ഫാരിസ് റളിയല്ലാഹുവിൻ്റെ ബാപ്പക്ക് ഒരുപാട് തോട്ടക്കറല്ല, അതിൽ നിന്നിട്ടുള്ള ഒരു തോട്ട നോക്കുള്ള ഒരു കാരണം കൊണ്ടിട്ട് ബാപ്പ എന്താവും തോട്ടത്ത് പോകണ്ടു. അപ്പം ഈ സൽമാൻ ഫാരിസ് റളിയല്ലാഹു ചൊല്ലും നീ എന്താക്കണം ഈ ഒരു ആ ഒരു ദേവസ്ഥാനത്ത് ഇല്ലെങ്കിൽ ആ ഒരു അഗ്നി തീ കത്തിറങ്ങിയിട്ട് ആ ഒരു ദേവസ്ഥാനത്ത് നീ പോയിട്ട് അവിടെ നിൽക്കണം, അതായത് തീ പൊലിയാത്ത പോലെ നോക്കണം ചൊന്ത് ഔത്ത് കടത്തരും. അപ്പോൾ ഫസ്റ്റായിട്ടാണ് ബഹുമാനപ്പെട്ട സൽമാൻ ഫാരിസ് റളിയല്ലാഹു എന്താക്കുന്നത് ഔത്തെ പറത്തിരിഞ്ഞ് പോകേണ്ടത്, അതായത് വർത്തനായിട്ട് ഔത്തെ പറത്തിരിഞ്ഞിട്ട് പോകേണ്ടത്. അങ്ങനെ ഔത്തെ പറത്തിരിഞ്ഞിട്ട് പോകേണ്ട സന്ദർഭത്തിൽ എന്തൊരു കെട്ടറ് ഒരു ക്രിസ്ത്യങ്ങളെ ഒരു പള്ളി കെട്ടറ്, അതായത് ക്രിസ്ത്യങ്ങളെ ചർച്ച് കെട്ടറ്. ഈ ചർച്ചിൽ എന്തായിട്ടുണ്ടോ അങ്ങനെ ഒരു ആരാധന, അതായത് അങ്ങനെ ഒരു സംഗീത ആ ഒരു കാര്യം ഇവിടെ നടന്നുകൊണ്ട് ആ ഒരു ചർച്ചിൽ നടന്നുകൊണ്ട്, അതായത് അങ്ങനെ ചർച്ചിൽ പാട്ടും കാര്യം നടന്നുകൊണ്ട് ഇത് കേട്ടെങ്കിൽ ബഹുമാനപ്പെട്ട സൽമാൻ ഫാരിസ് റളിയല്ലാഹു അൻഹു എന്താ ഇവിടെ ആകർഷണോടെ അതിൽ അയാൾ എന്താ കൂടെ ആ പള്ളിയുടെ ഇല്ലെങ്കിൽ ആ ഒരു ചർച്ചിലുള്ളിൽ എന്താ പത്തിയിട്ട് അങ്ങ് ആക്കടെങ്കിൽ ആ ഒരു ആരാധന ആ ഒരു പാട്ട് അതെല്ലാം കേട്ടിട്ട് എന്താ ബാക്കിയോടും ഇത് ബാക്കിയോടൻ മാത്രമല്ല അയാൾക്കത് ഇഷ്ടമായി പോണ്ട്. അപ്പം ഇങ്ങനെ മനസ്സിൽ ബേരിക്കറ് ഞങ്ങൾ ഈ ആരാധിക്കറെങ്കിൽ തീ ആരാധന ഉണ്ടല്ലേ, അതിനായിട്ട് ഏറ്റവും നല്ലതായിട്ട് ഈ ഒരു ക്രിസ്ത്യാനികൾ എന്തൊരു ആരാധന ചൊല്ലും. അപ്പോൾ ഇയാൾ എന്താ പറയുക അതിൽ കുറേ നേരം നിന്നിട്ട് ബാപ്പ ചൊന്ന കാര്യം എന്തായി മറന്നിട്ട് പോണ്ട്, അതായത് ആ ഒരു തീയുടെ നോക്കണ ചൊല്ല ആ ഒരു കാര്യമില്ല അത് മറന്നിട്ട് പോണ്ട് മാത്രമല്ല ഇത് ഈ ഒരു സംഗീതം അത് ഇതെല്ലാം കേട്ടിട്ട് ഏകദേശം അസർത്തോലോ ഇല്ല മഗ്രിബ് തോലും എന്താവിടും ആ ഒരു പള്ളിയിൽ ആ ഒരു ചർച്ചിൽ എന്താവിടും ബാക്കിയോടും. അങ്ങനെ ആ ഒരു പിന്നെ അസറിൽ പിന്നാണ് ഇവിടെ പോകേണ്ടത് ഔത്ത് പോകേണ്ടത്. ഈ സന്ദർഭത്തിൽ ഈ സൽമാൻ ഫാരിസ് റളിയല്ലാഹുവിൻ്റെ ബാപ്പ ഇവിടെ വന്നിട്ട് ഔത്ത് വന്നിട്ട് നോക്കുമ്പോൾ ആരെ കാണില്ല, മോണ്ട കാണില്ല. അങ്ങനെ മോണ്ട കുറേ എന്താ അവിടെ തേടും. അങ്ങനെ സൽമാൻ ഫാരിസ് റളിയല്ലാഹു എന്താ അവിടെ റിട്ടേൺ ഇവിടെ ഔത്ത് വന്നിട്ട് ബാപ്പട്ടിക്ക് എന്താ ആ സമയത്ത് ബാപ്പ കേൾക്കറി ഇവിടെ പോയിട്ട് എന്ത് ഇത്ര ലേറ്റാവോ കാരണം കേൾക്കുമ്പോൾ സൽമാൻ ഫാരിസ് റളിയല്ലാഹു ചൊല്ലും ഞാനിങ്ങനെ പോകുമ്പോൾ ഒരു ചർച്ച് കണ്ടത് അവിടെ പോയിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ അങ്ങനെ ഒരു ആരാധന കണ്ടെന്നൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ട്. അപ്പോൾ പിന്നെ ബാപ്പും മോൻ എന്താ അവിടെ ഒരു പലക്കോട്, അതായത് സൽമാൻ ഫാരിസ് റളിയല്ലാഹു ചൊല്ലും ഞങ്ങൾ ഈ ഒരു ആരാധനക്കാലം ഏറ്റവും നല്ലത് അങ്ങനെ ഒരു ആരാധന ആയിട്ടിക്കറ്, അങ്ങനെ ആരാധന ചന്തുണ്ട്, അങ്ങനെ ഒരു ഇബാദത്ത് ചന്തുണ്ട്. അപ്പം അതിലൊരു ആകർഷണൊക്കെ ആയിട്ടുണ്ട് ആര് ചൊല്ലു ബഹുമാനം സൽമാൻ ഫാരിസ്
ഫാരിസ് റളിയല്ലാഹു ചൊല്ലു. ഇത് കേട്ടെങ്കിത്തെ സൽമാൻ ഫാരിസ് റളിയല്ലാഹുവിൻ്റെ ബാപ്പക്ക് മനസ്സ് വന്നിട്ട് എൻ്റെ മോൺ എന്താ അവിടെ ഇനിയിപ്പം ഈ മതത്തെ വിട്ടു പോണ്ട. അപ്പോൾ അയാൾക്ക് ഒരു പേടിയുണ്ട്. അതായത് ഈ ഒരു അഗ്നി ആരാധന ഇല്ലെങ്കിൽ ഈ ഒരു തീര ആരാധിക്കുന്ന ഒരു മെയിൻ ആളായിട്ട് ഇത് ആറ് ഈ സൽമാൻ ഫാരിസ് റളിയല്ലാഹുവിൻ്റെ ബാപ്പ. അപ്പോൾ ഈ എൻ്റെ മോണ് ഈ ഒരു മതത്തെ വിട്ടേണ്ട കണ്ട വലിയൊരു പേടി ആർക്ക് വന്നത് സൽമാൻ ഫാരിസ് റളിയല്ലാഹുവിൻ്റെ ബാപ്പക്ക് വന്നത്. അങ്ങനെ ഇയാൾ എന്താക്കിയിട്ട് സൽമാൻ ഫാരിസ് റളിയല്ലാഹുവിൻ്റെ കാലിൽ സംഘോലെല്ലാം കെട്ടിയിട്ട് ഒരു റൂമിൽ എന്താക്കിയിട്ട് അതായത് ഔത്തെ റൂമിലേക്ക് ഇട്ടെത്തും. അതേ പുറത്തിനും പോവാത്ത പോലെ. ഈ സന്ദർഭത്തിൽ സൽമാൻ ഫാരിസ് റളിയല്ലാഹുവിനെ എന്താക്കിയിട്ട് ചങ്ങായി മുഖേന സൽമാൻ ഫാരിസ് റളിയല്ലാഹു ചങ്ങായി മുഖേന ആ ക്രിസ്ത്യൻ പള്ളിയിൽ വിളിക്കത്ത ഒരു പാതിരി, ആ പാതിരിയുമായിട്ട് ഇങ്ങനെ എന്താക്കിയത് സമ്പർക്കം തുടങ്ങിയത്. അതായത് ലെറ്റർ എഴുതിയിട്ടാണ് സമ്പർക്കം തുടങ്ങുന്നത്. അങ്ങനെ സമ്പർക്കം തുടങ്ങിയിട്ടാകുമ്പോൾ ഓരോരോ വിഷയം കേൾക്കുക പഠിക്കുക തുടങ്ങിയെത്തും. ഈ സന്ദർഭത്തിൽ ബഹുമാനപ്പെട്ട സൽമാൻ ഫാരിസ് റളിയല്ലാഹുവിനും ആ ഒരു റായത്തിലുള്ള ആ ഒരു ചർച്ചിലുള്ള പാതിരിയുടെ കേൾക്കരുത് നിങ്ങളെ മൈന ആസ്ഥാനയോടെ, അതായത് ഈ നിങ്ങൾ ദീൻ്റെ കുറിച്ച് നല്ലോണം പഠിക്കുകയില്ലേ ജാഗയോടെ ഉണ്ടാണ് കേൾക്കരുത്. അപ്പോഴാണ് ആ പാതിരി ചൊല്ലുന്നത്, നിങ്ങൾ അങ്ങനെ ഗൊന്തവനുണ്ടെങ്കിൽ നിങ്ങളോട് പോകുന്ന ഷാമ് കാണാൻ പോകേണ്ടത്, ഷാമിലാണ് ഞങ്ങൾ മൈൻ യന്ത്രമില്ലേ ഒരു ആസ്ഥാനം ഉള്ളതെന്ന് ചൊല്ലും. അപ്പം ബഹുമാനപ്പെട്ട സൽമാൻ ഫാരിസ് റളിയല്ലാഹു ചൊല്ലും, അങ്ങനെയെങ്കിൽ നിങ്ങൾ ഈ ഏതെങ്കിലും ഒരു കച്ചവട സംഘ ഷാമറ ബണ്ടെങ്കിത്തെ ഒരു കച്ചവട സംഘ റിട്ടേൺ പോകണോ ഇന്നെങ്കിൽ ചൊല്ലും, നാളെ ഞങ്ങളുടെ ഇവിടെ പോകേണ്ടത് ഷാമുക്ക് പോകേണ്ടതെന്ന് ചൊല്ലും. അങ്ങനെ ഇക്കുമ്പോഴാണ് ഒരു കൂട്ടർ എന്താ അവിടെ ഷാം എടുത്ത് ബണ്ട്. അങ്ങനെ ആകുമ്പോൾ ഈ പാതിരി എന്താക്കിയത് ആ ചർച്ചിലുള്ള ആളെന്താക്കിയത് ഇയാളുടെ ചൊന്തു ഇതാ ഷാമർ ഒരു കൂട്ട ബന്നറാറ് പോണ്ടെങ്കിൽ പോവാം. അങ്ങനെ ബഹുമാനപ്പെട്ട സൽമാൻ ഫാരിസ് റളിയല്ലാഹുവിനും ഇത് ഇസ്ലാം സ്വീകരിക്കുന്ന മുന്നിലാണ് ഈ ഒരു വിഷയമുള്ളത്. അപ്പോൾ സൽമാൻ ഫാരിസ് റളിയല്ലാഹു എന്താക്കിയത് ആ ഒരു സംഘങ്ങളുടെ പൊട്ടുവാട്ടിയിട്ട് ആ ഒരു ചങ്ങയുടെ സഹായത്തോടു കൂടി സംഘല പൊട്ടുവാട്ടിയിട്ട് എന്താക്കുന്നത് നേരെ ഈ ഒരു കൂട്ടത്തൊട്ടിക്ക് ഇവിടെ പോകേണ്ടത് ഷാമുക്ക് പോകേണ്ടത്. അങ്ങനെ ബഹുമാനപ്പെട്ട സൽമാൻ ഫാരിസ് റളിയല്ലാഹു എന്താ അവിടെ ഷാമുക്ക് എത്തുക. അങ്ങനെ ഷാമുക്ക് എത്തിയിട്ട് ഷാമിലുള്ള ഒരു ചർച്ചിക്ക് പോയിട്ട് അവിടെ ഒരു പാതിരിയുടെ എന്താ കണ്ടുമുട്ടുക. അങ്ങനെ കണ്ടുമുട്ടിയിട്ട് അവിടെ എന്താക്കരുത് ആ ഒരു ക്രിസ്ത്യൻ മതത്തെ കുറിച്ചിട്ട്, അതായത് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം കൊണ്ടുവന്ന അതേ മതത്തെ കുറിച്ചിട്ടാണ് പഠിക്കുന്നത്. അങ്ങനെ കുറേ പഠിച്ചിട്ടാകുമ്പോൾ ഈ ഒരു ഷാമിലുള്ളക്കത്തെ ആ ഒരു പാതിരിയില്ലേ, ആ പാതിരി ആൾമാരെതിരെ നല്ല ഒരു ഭക്തിയുള്ള ആളെ പോലെയാണ് ഇന്നത്. നേരിട്ട് അതിൽ എന്താണ് ഒരു ഫ്രോഡ് ചെന്ന് എങ്ങനെ ചെന്നെങ്കിൽ ആൾക്കാരിൽ ഓരോരോ കഥ ചെന്നിട്ട് എന്താക്കും ഓരോരോ കുറേ പൈസ എടുക്കും. ഈ പൈസ എടുത്തിട്ട് എന്താക്കും ഇയാൾ സ്വന്തത്താണ് ഉപയോഗിക്കുന്നത്, സ്വന്തമായിട്ട് എടുത്ത് വയ്ക്കുന്നതാണ്. ആൾക്കാരിൽ കേക്കടെ എന്തൊരു ചൊന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള എന്താക്കടെ സഹായക്കടെ ചൊന്താണ് പൈസ കേക്കട്. അങ്ങനെ ഇയാൾ എന്താക്കും കുറേ പൈസകൾ എടുത്ത് വെച്ചിട്ട് ഇയാൾ സ്വന്തമായിട്ട് എടുത്ത് വെക്കുക. ഇത് ആറ് ഗൊന്തി സൽമാൻ ഫാരിസ് റളിയല്ലാഹു ഗൊന്തിണ്ട്. അങ്ങനെ ഇക്കര സന്ദർഭത്തിൽ കുറേ നാൾ കഴിഞ്ഞിട്ട് ആ ഒരു പാതിരി എന്തോട് മരിക്കുക എത്തരുത്. അങ്ങനെ ആ ഒരു പാതിരി എന്തോട് മരിക്കരുത്. അങ്ങനെ ആ പാതിരി മരിച്ച സന്ദർഭത്തിൽ ഇങ്ങനത്തെ ഈ റായത്തിൽ ഈ പാതിരിക്ക് നല്ല ബഹുമാനമാണ് ഇന്നത്. അങ്ങ് ഇയാളിൽ എന്താക്കിയാറ് ഇയാളെ ആദരിച്ചിട്ട് ഇയാൾക്ക് വലിയൊരു സ്മാരക്കെല്ലാം ആക്കണമെന്ന് ചെന്ന രീതിയിൽ ഇയാളെ ഒരു ബഹുമാനിച്ചിരിക്കുന്ന സന്ദർഭത്തിൽ സൽമാൻ ഫാരിസ് റളിയല്ലാഹു ചൊല്ലു നിങ്ങൾ എന്താക്കണ്ട ഈ ഒരു മനുഷ്യക്ക് ഇത്ര വലിയ ബഹുമാനം കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം ഇയാൾ എന്തല്ല നല്ലൊരു മനുഷ്യനല്ല, ഇയാൾ വലിയൊരു ഫ്രോഡായിട്ടിരിക്കുക. അപ്പോൾ ഇയാളുടെ കുറേ നിങ്ങൾ കൊടുത്തെങ്കിലത്തെ പൈസ ഇയാൾ എടുത്തിട്ടാണ് വെച്ചത്, ആൾക്കാർക്ക് എന്താക്കില്ല ദാനധർമ്മം ആക്കിയിട്ടില്ലാണ്. ഇത് കേട്ടെങ്കിൽ റായത്തങ്ക് എന്തെങ്കിലും അർസബണ്ട് ഞങ്ങൾ ഇത്ര വലിയ ആദരിച്ചെങ്കിലത്തെ ഒരു ആളാണോ നീ ഇങ്ങനെ ചൊല്ലത്, അതുക്കുള്ള ഒരു പ്രൂഫ് എവിടെ ഉണ്ട്, അതുക്കുള്ള എവിഡൻസ് എവിടെ ഉണ്ടാണ് കേൾക്കരുത്. അപ്പോഴാണ് ബഹുമാനപ്പെട്ട സൽമാൻ ഫാരിസ് റളിയല്ലാഹു ചൊല്ലു നിങ്ങൾ ബറു നിങ്ങൾ ഉപേനാണ് കാട്ടിത്തണ്ട. അങ്ങനെ ഈ ആൾക്കാർ എന്താക്കും കൂട്ടിക്കൊണ്ട് പോയിട്ടാകുമ്പോൾ ഒരു ജാഗ കൂട്ടിക്കൊണ്ട് പോകണ്ട. കൂട്ടി പോയിട്ട് നോക്കുമ്പോൾ അവിടെ 7 ഭരണിയാണ് ഇക്കിടത്. വലിയ 7 ഭരണിയിൽ ബംഗാറ് വെള്ളി മുത്തു രത്നം ഇതെല്ലാം ഇക്കിടും. ഇത് കണ്ടെങ്കിലത്തെ ആൾക്കാർക്ക് എന്തായിട്ട് മനസ്സ് കയത്ത് ഇയാൾ ഞങ്ങളെ ചതിച്ചോണ്ടിരുത്ത് നമുക്ക് മോശമാക്കുമെന്ന ആളല്ലേ ഇയാൾ ചൊന്തും ഇങ്ങെന്താക്കിയില്ല ആ ഒരു മനുഷ്യരെ പിന്നെന്താക്കില്ല കബറടക്കിയില്ല. ഇങ്ങെന്താക്കിയാറ് കുരിശിലേറ്റ് അതായത് ഞങ്ങളെ കുടിസില്ലേ അതുക്ക് കൃഷ്ണൻ ആക്കണമെങ്കിൽ ആ കുടിസില്ല അതുക്ക് കുരിശിലേറ്റിയിട്ട് അയാൾക്ക് എന്താക്കിയാറ് ഈ കല്ലെല്ലാം എറിഞ്ഞാറ് അല്ല ആ ഒരു ദേഹത്തേക്ക് ഇങ്ങനെ ആൾക്കാരെല്ലാം എന്താക്കിയാറ് കല്ലെറിയോ തുടങ്ങിയാറ്. അത് മാത്രമല്ല മൃഗത്തുകാണ് ആ മനുഷ്യരെന്താക്കിയത് തിന്നവ് കൊടുത്തതുകൊണ്ടാണ് ചരിത്രം ചൊല്ലത്. അങ്ങനെ ഇക്കടെ സന്ദർഭത്തിൽ പിന്നീട് എന്താവും ആ ഒരു ജാഗിക്ക് ആ ഒരു ബിഷപ്പ് ബദൽ കേട്ട് പിന്നെ ഒരു പുതിയൊരു ബിഷപ്പുണ്ട്. ഈ ബിഷപ്പാണെങ്കിൽ നല്ലൊരു മനുഷ്യനായിട്ട് എന്ത് നല്ല മനുഷ്യൻ വന്നെങ്കിൽ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ചെന്ന് കാട്ടിക്കൊടുത്തെങ്കിൽ അതേ ഒരു രീതിയിലാണ് അയാൾ ഇന്നത്. അങ്ങനെ അയാൾ എന്താക്കിയത് കുറേ നാൾ അയാളൊട്ടേക്ക് ബഹുമാനപ്പെട്ട സൽമാൻ ഫാരിസ് റളിയല്ലാഹു പഠിച്ചത് മാത്രമല്ല ഭയങ്കര ഇഷ്ടമായിട്ട് എന്താ ആ ഒരു മനുഷ്യരട്ടിക്കുക. അങ്ങനെ ആ ഒരു ബിഷപ്പ് കുറേ നാൾ കഴിഞ്ഞിട്ട് ആ ബിഷപ്പ് എന്തോടും മരിക്കുക എത്തുക. അങ്ങനെ മരിക്കെടുത്ത സന്ദർഭത്തിൽ ബഹുമാനപ്പെട്ട സൽമാൻ ഫാരിസ് റളിയല്ലാഹു കേൾക്കറ് ഇനി ഞാൻ ഇങ്ങനെ ഒരു
പഠിക്കുള്ള ഒരു ഗുരു ഒരു ഉസ്താദ് നക്കി ഓർഡർ കിട്ടും ഈ ഒരു ദീൻ്റെ പഠിക്കുമെന്നല്ല ಇನ್ನுം പഠിക്കുന്നു ആ പഠിക്കുമല്ല നക്ക് ഒരു ഉസ്താദ് ഓർഡർ കിട്ടുകൊണ്ടാണ് ആ ഒരു ഗുരുടെട്ടി കേൾക്കുന്നത് അത് ആ സന്ദർഭത്തിൽ ആ ഒരു പാതിരി ചൊല്ലും നിങ്ങൾ എന്താക്കറോ മുസോൽക്ക് പോറും മുസോൽ അത് ഇറാഖിലുള്ള ഭാഗമാണ് ഇപ്പത്തെ ഇറാഖാണ് അപ്പോൾ നിങ്ങൾ എന്താക്കുക മുസോൽ ചൊല്ലി ജാഗയെ പോറ അവിടെ ഒരു ഇങ്ങനത്തെ ഒരു മനുഷ്യനുണ്ട് അവിടെ പോയിട്ട് നിങ്ങൾ പഠിക്കുറ ചൊല്ലും അങ്ങനെ ബഹുമാനവ സൽമാൻ ഫാരിസ് റളിയല്ലാഹു എന്തൊക്കെ അവിടെ പോകുന്നുണ്ട് അവിടെ പോയിട്ട് അയലായിട്ട് കുറേ നാൾ പഠിക്കരുത് അങ്ങനെ പഠിച്ചിട്ടാകുമ്പോൾ അയാളും മരിക്കുക എത്ര സന്ദർഭത്തിൽ ബഹുമാന സൽമാൻ ഫാരിസ് റളിയല്ലാഹു പിന്നെ കേൾക്കരുത് നക്ക് ಇನ್ನுം പഠിക്കണോ അപ്പോൾ ഞാൻ ഇനിയോടൊക്കെ പോകണോ എന്നൊക്കെ ഗുരുടെ ചൊന്താറ് ചൊല്ലും ആ സന്ദർഭത്തിൽ ആ ഒരു മൊസോലുള്ളെങ്കിൽ ആ ഒരു ആൾ ചൊല്ലും നിങ്ങൾ എന്താക്കറോ നസീബിൻ ചൊല്ലി രായത്ത് പോറും അതായത് തുർക്കിയും സിറിയയുടെയും ഒരു ബോർഡറായ ജാഗയാണ് അപ്പോൾ നിങ്ങൾ അവിടേക്ക് പോരാ അവിടെ ഇങ്ങനത്തെ ആളുണ്ട് ചൊല്ലും അങ്ങനെ ബഹുമാനം സൽമാൻ ഫാരിസ് റളിയല്ലാഹു അവിടേക്ക് പോകുന്നുണ്ട് അവിടേക്ക് പോയിട്ട് അവിടെ എന്താക്കുക കുറേ പഠിച്ചിട്ടാകുമ്പോൾ അവിടെയുള്ള മനുഷ്യനും എന്താവും മരിക്കുക എത്ര സന്ദർഭത്തിൽ പിന്നെയും സൽമാൻ ഫാരിസ് റളിയല്ലാഹു കേൾക്കണം നക്ക് ಇನ್ನுം പഠിക്കണോ ഞാൻ ഇനി യോഗമാണ് പോകേണ്ടതാണ് അപ്പോഴാണ് ആ ഒരു പാതിരി ചൊല്ലത് ഇനി നിങ്ങൾ എവിടെ പോകണോ അമ്മൂരിയ ചൊല്ലി ജാഗയെ പോകണം അതായത് ഇപ്പോഴത്തെ തുർക്കിയാണ് ആ തുർക്കിക്ക് നിങ്ങൾ എന്താക്കുക പോകും അവിടെ ഇങ്ങനത്തെ ഒരു ആളുണ്ട് അവിടെ പോയിട്ട് നിങ്ങൾ പഠിക്കുക ചൊല്ലും അങ്ങനെ ബഹുമാനപ്പെട്ട സൽമാൻ ഫാരിസ് റളിയല്ലാഹു എന്താക്കുക അവിടേക്ക് പോകുന്നുണ്ട് അവിടെ ഒരു പാതിരിയുടെ കണ്ടുപിടിച്ചിട്ട് അവിടെ എന്താക്കുക കുറേ നേരം ആ ഒരു ദീനെ കുറിച്ച് അയാൾ പഠിക്കരുത് അങ്ങനെ പഠിച്ചിട്ട് അയാൾ ആ ഒരു പാതിരി എന്താവും ഇങ്ങനെ മരിക്കുക എത്ര സന്ദർഭത്തിൽ പിന്നെയും സൽമാൻ ഫാരിസ് റളിയല്ലാഹു ഇതേ ക്വസ്റ്റൻ എന്താക്കറ് ആവർത്തിക്കറ് കേൾക്കറ് അങ്ങനെ അമ്മൂരിലുള്ള ആ ഒരു പാതിരി മരിക്കുന്ന സന്ദർഭത്തിൽ ചൊല്ലും ഇനി നിൽക്കുന്നില്ല ഞങ്ങൾ എനിക്ക് പഠിപ്പാട്ട് തണ്ടെങ്കിലത്തെ ഒരു പണ്ഡിതനും ഇല്ല അതായത് ഇത്രത്തോളം ഇന്ന ആൾക്കാരെല്ലാം എന്തായാലും മരിച്ചിട്ട് പോയാറ് ഇനി നിനക്ക് ഇങ്ങനെ പഠിപ്പാട്ട് തണ്ടെങ്കിലത്തെ ഒരു വലിയൊരു ഗുരു നിക്ക് ഇനി കിട്ടല്ല അപ്പൊ പിന്നെ ചൊല്ലു ഇനി ഒരു പ്രവാചകൻ ബറവുണ്ട് അതായത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം കാട്ടി തന്ന അതേ ഒരു പാദത്തിൽ അല്ലെങ്കിൽ അതേ ഒരു കുടുംബത്തിൽ ഒരു പ്രവാചകൻ എന്താ പറയുക ഇന്ന് ബറകുണ്ട് ഇനി അയാളെ മുട്ടാണ് നീ എന്താക്കണായത് പോകണായത് അപ്പൊ അയാൾ ചൊല്ലു അയാൾ പണ്ടേ ജാഗിരെ കുറിച്ചിട്ട് എന്താക്കുക ചൊന്നു കൊടുക്കുന്നത് അതായത് ഹബീബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ചിട്ടാണ് ചൊന്നു കൊടുക്കുന്നത് അതായത് രണ്ട് പർവ്വത നടുവിൽ എന്താണ് ബിൽ കുറേ കാരയ്ക്ക് തോട്ട ഇക്കറെങ്കിത്തെ ഒരു ജാഗയാണ് ഈ ഒരു നബി എന്താ അവിടുത്തെ പണ്ടിതെന്ന് ചൊല്ലത് അതേപോലെ അയാൾ എന്താക്കു ചൊന്നേണ്ട കണ്ടെങ്കിൽ ഈ സ്വതൊക്കെ കൊടുത്തെങ്കിലത്തെ നിങ്ങൾ എന്തെങ്കിലും ഒരു സാധാരണ സ്വതൊക്കെ കൊടുത്തെങ്കിൽ അയാൾ എന്താക്കില്ല അത് തിന്നില്ല അതായത് നിങ്ങൾ ഒരു ഗിഫ്റ്റ് എന്ന രീതിയിൽ ഒരു ഹദി എന്ന രീതിയിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു സാധനം കൊടുത്തെങ്കിൽ അയാൾ അതെന്താവും തിന്നും അതാണ് അയാൾ മൂന്നാമത്തെ അടയാളം ചൊല്ലത് ഒന്നാമതായിട്ട് ഒരു കാരയ്ക്ക തോട്ടം ഉള്ളെങ്കിലത്തെ ആ ഒരു ജാഗയാണ് പണ്ടത് ജണ്ട് പർവ്വതത്തിന് നടുള്ള കാരയ്ക്ക തോട്ടമുണ്ട് ആ ഒരു ജാഗയാണ് പണ്ടത് രണ്ടാമത്തെ ചൊല്ല കാര്യം എന്തൊരു ചൊന്നെ കണ്ടെങ്കിൽ നിങ്ങൾ സ്വതൊക്കെ കൊടുത്ത ഒരു സാധനം എന്തെങ്കിൽ അയാൾ എന്താക്കില്ല അത് തിന്നില്ല മൂന്നാമതായിട്ട് ചൊല്ല എന്തൊരു ചൊന്നെങ്കിൽ ನೀವು ಹದಿ എന്ന രീതിയിൽ എന്തെങ്കിലും കൊടുത്തെങ്കിൽ അയാൾ അത് എന്താക്കുക തിന്നിട് അങ്ങനെ നാലാമതായിട്ട് എന്തൊരു ചൊന്നുണ്ട് കണ്ടെങ്കിൽ അയാളുടെ ബാക്കിൽ അതായത് മുതിര ബാക്കിൽ എന്തുണ്ടാവും പ്രവാചകത്വത്തെ ഒരു സീലുണ്ടാവും ഒരു അടയാളം ഉണ്ടാവും അങ്ങനെ ഇത് കേട്ടിട്ടാകുമ്പോൾ ബഹുമാനപ്പെട്ട എന്താക്കട് സൽമാൻ ഫാരിസ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തേടിയുണ്ട് ആ ഒരു മദീനത്ത് ഇയാൾ എന്താക്കുക പുറത്താവും അപ്പോൾ മദീനത്ത് പോകണമെങ്കിൽ എന്തില്ല ആൾക്കാരില്ല ഈ ഒരു അമ്മൂരിയിൽ ഇക്കർ സന്ദർഭത്തിൽ ബഹുമാനപ്പെട്ട സൽമാൻ ഫാരിസ് റളിയല്ലാഹുവിൻ്റെ കയ്യിൽ എന്തൊക്കെ ഒരുപാട് സ്വത്തുക്കൾ ഇക്കട അതായത് വൺ ടൈം അതേപോലെ ആട് ഇങ്ങനത്തെ വസ്തുക്കൾ ഇക്കട അങ്ങനെ മദീനത്ത് എത്തും എന്നുള്ള ആഗ്രഹം കൊണ്ടിട്ട് ഈ തുർക്കിലിക്കുന്ന സന്ദർഭത്തിൽ ഒരു കൽബ് ഗോത്രത്തിൽപ്പെട്ട മദീനത്തിലെ കൽബ് ഗോത്രത്തിൽപ്പെട്ട ആൾക്കാരെന്താ ബണ്ടാറ് അതായത് ഒരു കച്ചവട സംഘമാണ് അപ്പം അങ്ങനെയിട്ട് ചൊല്ലു നക്കെന്താണോ മദീനത്തേക്ക് എത്തണം അപ്പം എൻ്റെ കയ്യിൽ ഇത്ര എന്തുണ്ട് ആസ്തിയുണ്ട് വസ്തുണ്ട് അത് എൻ്റെ കയ്യിൽ ഇത്ര എന്തുണ്ട് ചില സമ്പത്തുണ്ട് അത് ആട് വണ്ടലുണ്ട് അത് നിങ്ങൾക്ക് ഞാൻ തണ്ടേ നിങ്ങൾ തണ്ട് എന്താക്കും മദീനത്ത് കൂട്ടിക്കൊണ്ട് പോറു ചൊല്ലു അങ്ങനെ ഇങ്ങെന്താക്കാറ് ആയിട്ട് നിങ്ങൾ കൂട്ടിയ പോകേണ്ട ചൊന്നിട്ട് ഇങ്ങനെ ഇയാൾ എന്താക്കാറ് കൂട്ടിക്കൊണ്ട് പോകണ്ടാറ് ഇങ്ങനെ കൂട്ടിയ പോകേണ്ട സന്ദർഭത്തിൽ ഇങ്ങെന്താക്കാറ് ചൊന്നെങ്കിൽ വാദി അൽ ഖുറാച്ചുള്ള ഒരു ജാഗ അതായത് മദീനത്തിൽ 200 കിലോമീറ്റർ ദൂരത്തുള്ള ജാഗയാണ് വാദി അൽ ഖുറാച്ചുള്ള ഈ ജാഗ ഈ ഒരു ജാഗ എത്തിയിട്ട് നമ്മൾ എന്താക്കിയാറ് ബഹുമാനപ്പെട്ട സൽമാൻ ഫാരിസ് റളിയല്ലാഹുവിന്റെ കയ്യിലുള്ള എനിക്കത്തെ വസ്തു അതായത് ഈ ആടും വൺ ടൈം അതെല്ലാം എടുത്തിട്ട് ഇയാളെ കൈയും കാലും കെട്ടിയിട്ട് എന്താക്കാറ് ജൂതനായ ആൾക്കാർക്ക് എന്താക്കാറ് അടിമയായിട്ട് ഇങ്ങനെ വിൽക്കാറ് അത് എനിക്ക് ഗൊന്തുണ്ട് ഈ സൽമാൻ ഫാരിസ് റളിയല്ലാഹുവിന്റെ തേടിയോണ്ട് ആറ് ബണ്ടില്ല ഇയാൾ എന്തും ഇല്ലാത്ത ഒരാളായിട്ട് ഇക്കറ് അപ്പം ഇങ്ങനെ എന്താക്കാറ് കൈയും കാലും കെട്ടിയിട്ട് ജൂതന്മാർക്ക് എന്താക്കാറ് ഇയാൾ ഇങ്ങ വിക്കിടാറ് അങ്ങനെ ബഹുമാനപ്പെട്ട സൽമാൻ ഫാരിസ് റളിയല്ലാഹുവിന്റെ ഒരു ജൂതൻ എടുത്തിട്ട് എന്താക്കുക അവിടെ ഉള്ളെങ്കിൽ തോറ് ഈത്ത പോലത്തെ തോട്ടത്തിൽ എന്താക്കും സ്ഥലത്തേക്ക് നിപ്പാട്ടും അപ്പോൾ ബഹുമാനപ്പെട്ട സൽമാൻ ഫാരിസ് റളിയല്ലാഹു വിചാരിച്ചത് അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പണ്ടേ ആ ഒരു അറേബ്യ ഇതേട്ടിക്കും കാരണം തോട്ടമെല്ലാം നിറഞ്ഞിട്ടുണ്ടല്ലേ ഈത്ത പോലത്തെ തോട്ടം കുറേ ഉണ്ട് അപ്പോഴാണ് ഒരു നാൾ എന്താക്കടി ഈ ഒരു തോട്ടത്തേക്ക് ബർനു ഖുറൈലോൽപ്പെട്ട അതായത് മദീനത്തിലുള്ള ബർനു ഖുറൈലോൽപ്പെട്ട ഒരാളെന്താക്കുക ഒരു ജൂതന് ആ ഒരു തോട്ടത്ത് പണ്ടേ അത് ഈ ഒരു ജൂതന്റെ എന്താ ഫാമിലി ടീക്കർ അങ്ങനെ വന്നു നോക്കുമ്പോൾ ബഹുമാനപ്പെട്ട സൽമാൻ ഫാരിസ്
റളിയല്ലാഹു എന്തൊക്കെ സൊറാക്കുന്നുണ്ട്. അപ്പോൾ സൽമാൻ ഫാരിസ് റളിയല്ലാഹുവിൻ്റെ കണ്ടിട്ട് ഉണങ്ങി എന്തായത് ഒരു കൊസിയായിട്ട് അത് നല്ല സൊറാക്കറ ആലല്ല ഒരു അടിമേൽ. അപ്പോൾ കേൾക്കറ് ഈ അടിമേൽ നക്ക് ബിക്കറേന്ന് കേൾക്കറ്. അപ്പോൾ ആ ഒരു ജൂതൻ ചൊല്ലുക ഓക്കെ ഞാൻ എന്താക്കുക ബിക്കര. അങ്ങനെ ബഹുമാനപ്പെട്ട സൽമാൻ ഫാരിസ് റളിയല്ലാഹു എന്താക്കുക ഈ ഒരു ജൂതൻ എടുത്തിട്ട് ഇവിടെ കൂട്ടിയ വേണ്ട മദീനത്ത് കൂട്ടിയ വേണ്ട. അങ്ങനെ മദീനത്ത് കൂട്ടിയ വന്ന് മദീനത്തിലുള്ള ഒരു തോട്ടത്തിലാണ് എന്താക്കുന്നത് പിന്നെ സ്വർത്ത് നിൽക്കുന്നത്. അപ്പം മദീനത്ത് കണ്ടിട്ടാകുമ്പോൾ ബഹുമാനപ്പെട്ട സൽമാൻ ഫാരിസ് റളിയല്ലാഹു കൊണ്ടായത് ഇതായിട്ട് ആ ഒരു പാതിരി ചൊന്നെങ്കിത്തെ ഈ റായ എന്തുണ്ട് ചുറ്റಲು പർവ്വതമുണ്ട്, അതേപോലെ ഫുള്ള് തോട്ടമുണ്ട്, എന്തരുത് ഈ തബലത്തെ തോട്ടമുണ്ട്. അപ്പം ഇതായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ ബಂಡೆ ആ ഒരു ಜಾಗണ്ട് ಗೊಂತಾಯ್ತು. ഒരനാൾ സൽമാൻ ഫാരിസ് റളിയല്ലാഹു ഈ തബലത്തെ മരത്തെ മേലെ എന്താക്കിയുണ്ട് സൊറാക്കിയുണ്ടുണ്ട്. ഈ സന്ദർഭത്തിലാണ് ഈ ബനൂ ഖുറൈളിൽപ്പെട്ട ഒരാള് സൽമാൻ ഫാരിസ് റളിയല്ലാഹുവിൻ്റെ ഉടമ അതേപോലെ പിന്നെ ഒരാൾ എന്താക്കുക മുണ്ടിയോണ്ടുള്ളത് എന്തൊരു മുണ്ടിയോണ്ട് ഇന്ന് എൻ്റെ ചൊന്നണ്ട് കണ്ടെങ്കിൽ അങ്ങ് ചൊല്ലുള്ളത് ഖുറൈശി അതായത് മക്കത്തിൽ നിന്ന് ഒരാൾ എന്താക്കി ഓട് ഹിജ്റ വന്നിട്ട് ഇയാൾ നബീണ്ടാണ് അയാൾ ചൊന്നോണ്ടുള്ളത്, ഹസ്രജ് ഗോത്രക്കാരാണ് അയാൾ സ്വീകരിച്ചോണ്ടുള്ളത് അയാൾ ചൊന്നോണ്ടുള്ളത്. ഈ സന്ദർഭത്തിൽ ബഹുമാനപ്പെട്ട സൽമാൻ ഫാരിസ് റളിയല്ലാഹു കൊസ്സയോട് അതായത് സൽമാൻ ഫാരിസ് റളിയല്ലാഹു ജീവിതത്തിൽ ആഗ്രഹിച്ചു എന്നതും തേടിയുള്ള കാര്യമാണ് ഇപ്പം എന്തായത് കിട്ടിയത്. ഇത്രത്തോളം ജീവിച്ചതും ഇത്രത്തോളം തേടിയുള്ളത് ഈ ഒരു ദീനിക്ക് മെയിനായിട്ടാണ്, ഇല്ലെങ്കിൽ ഈ ഒരു ആളെ തേടിയോണ്ടാണ്. അപ്പോൾ ഈ ഒരു സന്ദർഭത്തിൽ സൽമാൻ ഫാരിസ് റളിയല്ലാഹു കൊസ്സിയായിട്ട് എന്തായിട്ട് എന്തൊരു ചൊല്ലേ മരത്തെ കീല് ബൂലുവേണ്ട എന്നുള്ളൊരു പേടിയായിട്ട് അതായത് ആഗ്രഹിച്ച കാര്യമല്ല വന്നോല്ലത് അത്രക്കും കൊസ്സിയാണ് ബഹുമാനപ്പെട്ട സൽമാൻ ഫാരിസ് റളിയല്ലാഹു ആയത്. വേഗം എന്താക്കിയത് സൽമാൻ ഫാരിസ് റളിയല്ലാഹു മരത്തെ കീഴിഞ്ഞിട്ട് ആ ഒരു ബനൂ ഖുറൈള കേക്കറ് നിങ്ങൾ ഇപ്പോൾ ചൊന്ന വിഷയം റെഡി കേക്കറ്. ഈ സന്ദർഭത്തിൽ ബനൂ ഖുറൈളയിൽപ്പെട്ട അതായത് ഈ ബഹുമാനപ്പെട്ട സൽമാൻ ഫാരിസ് റളിയല്ലാഹുവിൻ്റെ ഉടമ എന്താക്കറ് ഇയാളെ കെപ്പൊക്കെ ഒരു അടിയടിക്കറ്. അതായത് നീന് എന്താണ് ഇവിടെ അടിമയാണ്, അപ്പോൾ നിക്ക് ഈ ഞങ്ങൾ വിഷയമുണ്ട കാര്യം എനിക്ക് കേൾക്കേണ്ട ആവശ്യമില്ല, നീ നീ നിന്റെ സ്വറാക്കറി ചൊന്തു കടത്തിയിട്ട് ആരെ കടത്ത് സൽമാൻ ഫാരിസ് റളിയല്ലാഹുവിൻ്റെ കടത്തിട്ട്. അങ്ങനെ ബഹുമാനപ്പെട്ട സൽമാൻ ഫാരിസ് റളിയല്ലാഹു എന്താക്കറ് 54 സ്വറാക്കിയതൊരു കൂലിയായ കുറേ എന്തെങ്കിലും ഈത്തബല കിട്ടിട്ടിക്കറ്. അങ്ങനെ ഈത്തബല പിടിച്ചോണ്ട് എവിടെ പോണ്ടു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുട്ട പോണ്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എവിടെ ഇക്കറ് മസ്ജിദുൽ ഖുബാറ ആ ഒരു ജാഗയിലാണ് ഇക്കടത്. അപ്പോൾ കുബ പള്ളിയുടെ ആ ഒരു പരിസരത്തിൽ ഇക്കട. അപ്പം ഇയാൾ പോയിട്ട് അതായത് സൽമാൻ ഫാരിസ് റളിയല്ലാഹുവിന് പോയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്താക്കടി ഈ ഒരു ഈത്തബല കൊടുത്തു ചൊല്ലു. ഇത് നണ്ട ബകയായിട്ട് ഒരു സ്വതക്കായിട്ട് ഇക്കറ. അതായത് നിങ്ങൾ ദൂരത്തെ ബന്നാലല്ലേ കുറേ കഷ്ടം വന്നിട്ടുള്ള ബന്ന ആൾക്കാരല്ലേ, ഇത് നിങ്ങൾ തിന്നോറോ, ഇത് നണ്ട ബകയല്ലേ ഒരു സ്വതക്കാൻ ചൊന്ന് കൊടുക്കും. ഈ സന്ദർഭത്തിൽ ബഹുമാനപ്പെട്ട സൽമാൻ ഫാരിസ് റളിയല്ലാഹുവിനക്ക് ദൂരെ പോയിട്ട് നിൽക്കട് എന്താണ് ഇന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആക്കടെ കാര്യം എന്താണ് നോക്കുകയാനായിട്ട്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്താക്കുക അതേ സ്വഹാബിങ്ങളോട് ചൊല്ലു ഇത് നിങ്ങൾ അടുത്ത് എന്താക്കുക തിന്നോറും. അതിൽ നിന്ന് എന്താക്കില്ല ഒന്നുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്താക്കില്ല തിണ്ടില്ല. അപ്പോൾ ബഹുമാനപ്പെട്ട സൽമാൻ ഫാരിസ് റളിയല്ലാഹു കൈത്ത് ആ ഒരു പാതിരി ചൊന്ന് രണ്ട് കാര്യ സമയത്ത് ഒന്നാമതായിട്ട് ചൊന്തു എന്തൊരു ഒരു ഈത്തബലത്തെ ആ ഒരു തോട്ടത്തെ ആ ഒരു ഇക്കടെങ്കിത്തെ ജാഗയാണ് ഹിജ്റ ബണ്ടത്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ಬಂತು. രണ്ടാമതായിട്ട് എന്താക്കില്ല സ്വതക്ക കൊടുത്ത ഒരു സാധനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്താക്കില്ല അതിൽ നിന്ന് ഒന്നുപോലും തിണ്ടില്ല. അങ്ങനെ അതിൽ പിറ്റേണ്ട എന്താക്കിയത് ഇങ്ങനെ സ്വറാക്കിയിട്ട് വന്നാൽ പിന്നെയും കുറേ എന്താക്കിറ് ഈ തബലയ്ക്കിട് അത് കൊണ്ട് വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊടുത്തുള്ളൂ. ഇത് നൻ്റെ ബകയായിട്ട് ഒന്ന് ഒരു ഹദിയായിട്ട് ഇക്കറ്, നൻ്റെ ബകയിൽ ഒരു ഗിഫ്റ്റായിട്ട് ഇക്കറ് നിങ്ങൾ തിന്നോറ് ചൊല്ലു. സൽമാൻ ഫാരിസ് റളിയല്ലാഹു എന്താക്കറ് ദൂരത്തിൽ നിന്നിട്ട് നോക്കണം. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്താക്കറ് അതിൽ നിന്നിട്ട് എന്താക്കറ് തിന്നിട്ട് ബാക്കിയും സ്വഹാബത്തങ്ങൾ കൊടുക്കണം. അപ്പം മൂന്നാമത്തെ കാര്യം എന്തായത് സക്സസ് ആയിട്ട് ആ ഒരു ചൊന്ന കാര്യം കറക്റ്റ് ആയിട്ട്. അങ്ങനെ ഇനി അയാൾക്ക് നോക്കുള്ളത് ഒന്ന് മാത്രമാണ്, അതായത് ഖാത്തം, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കിട്ടുന്ന ആ നുബുവത്ത് ഒരു സീലിനെ അയാൾക്ക് എന്താക്കണം കാണണം. അങ്ങനെ ഒരു നാൾ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്താക്കിയിട്ടുണ്ട് ജന്നത്തുൽ ബഖയിൽ ഒരു ജനാസ ഒരു മയ്യത്ത് അടിക്കൊണ്ടുണ്ട് കബറടിക്കൊണ്ടു. അങ്ങനെ കബറടക്കുന്ന സന്ദർഭത്തിൽ ബഹുമാനപ്പെട്ട സൽമാൻ ഫാരിസ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി ബാക്കിലേ പോണ്ടു. അതായത് ഈ ഒരു ഖാത്തമ കാണുക ബാക്കിലേ പോണ്ടു. ഈ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഗൊന്തൈത്ത് ഇയാൾ എന്താണ് ഇങ്ങനെ ആക്കിക്കൊണ്ടുള്ള കാരണം എന്താണ് ഗൊന്തൈത്ത്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മേലേക്ക് എന്തെങ്കിലും ഒരു തുണി ഇട്ടിട്ടിക്കറ്, ആ തുണി ഒരു തട്ട ഇട്ടിട്ടിക്കറ്, ആ തട്ട എന്താക്കറത്തിൽ ബാക്ക് ആക്കി എടുക്കുക എന്താക്കറ് കീലാക്കട്. അങ്ങനെ കീലാക്കുമ്പോൾ ബഹുമാനപ്പെട്ട സൽമാൻ ഫാരിസ് റളിയല്ലാഹു അൻഹു എന്താവും അവർ നുബുവത്തിലെ ഖാത്തമ കാണും. പിന്നെ ഒന്നും നോക്കില്ല സൽമാൻ ഫാരിസ് റളിയല്ലാഹു അൻഹു എന്താക്കുക നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കി പിടിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അടുക്കി പിടിച്ചിട്ട് എന്താവും പരിശുദ്ധമായ ഇസ്ലാമുക കടന്നുണ്ട്. അതിൽ പിന്നെയാണ് ഈ പരിശുദ്ധമായ ബദർ യുദ്ധവും അതേപോലെ ഉഹദ് യുദ്ധമൊക്കെ നടക്കുന്നത്. ഈ ഒരു യുദ്ധത്തിന് ആർക്കും കൊടുക്കാവില്ല, സൽമാൻ ഫാരിസ് റളിയല്ലാഹു അൻഹു കൊടുക്കാവില്ല, കാരണം അടിമയായിട്ടാണ് ഉള്ളത്. അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലത് ഇങ്ങനെ നിണ്ടെങ്കിൽ സ്വതന്ത്രനാവണ്ടേ, അടിമയായിട്ട് നിണ്ടെങ്കിൽ ഇങ്ങനെയുള്ള യുദ്ധത്തിൽ പങ്കെടുക്കുക ആവില്ലല്ലോ
ചൊല്ലുന്നത്. അപ്പോൾ ഞാൻ എന്താക്കണം നബി? അപ്പോൾ ബഹുമാനപ്പെട്ട ഹബീബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലും, നീ എന്താക്ക് പോയിട്ട് കേക്ക്, അതായത് മോചനദ്രവ്യ എഴുതിയ ബാണ്ട്, അതായത് കേക്ക് മോചനാക്കുകയായിട്ട്, അതായത് ഈ അടിമത്തിൽ നിന്ന് മോചനാവുക യന്ത്രനാണ് ആക്കി തരണോണ്ട് എന്താക്ക് നിന്റെ ഉടമര പോയിട്ട് കേക്കുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലും. അങ്ങനെ ഈ സൽമാൻ ഫാരിസ് റളിയല്ലാഹു അൻഹു എന്താ ബനു ഖുറൈളപ്പെട്ട ഈ ഒരു ഉടമരട്ട് പോയിട്ട് കേക്കറ്, ನಾನು മോചനാവണ നന്റെ നിങ്ങൾ അടിമത്തിൽ നിന്ന് മോചനാക്കണുണ്ടെങ്കിൽ ഞാൻ യന്ത്രം നിങ്ങൾക്ക് തരണം കേട്ടോ. ആ സന്ദർഭത്തിൽ ഇയാൾക്ക് എന്താവില്ല, ഈ മനുഷ്യക്ക് എന്താവില്ല, ബഹുമാനപ്പെട്ട സൽമാൻ ഫാരിസ് റളിയല്ലാഹുവിന്റെ കടത്തുക്ക് മനസ്സില്ല. കാരണം അത്രക്കും ബുദ്ധിയും അത്ര നല്ല സൊറാക്കുള്ള ഒരാളും കൂടിയാണ് ആ ബഹുമാനപ്പെട്ട സൽമാൻ ഫാരിസ് റളിയല്ലാഹു അൻഹു. ആ സന്ദർഭത്തിൽ ഇയാള് ഈ മനുഷ്യൻ എന്താക്കൾ ചൊന്നിട്ട് കണ്ടെങ്കിൽ ഇതുവരെയും വെക്കാത്ത ഒരു ഡിമാൻഡാണ് ആർക്ക് വെച്ചു കൊടുക്കുന്നത്, ബഹുമാനപ്പെട്ട സൽമാൻ ഫാരിസ് റളിയല്ലാഹുവിന്റെ ദ്രബീകൃതം. അതായത് ചൊല്ലു, നീ എന്താക്കണോ 300 ഈത്ത പോലത്തെ തയ്യെടുത്താൻ പറഞ്ഞു. അങ്ങനെ ഈത്ത പോലത്തെ തയ്യെടുത്തെന്ന് മാത്രം മയ്യാവില്ല, നീ അതിലെന്താക്കണോ നട്ടിട്ട് ബലിയാക്കണം. ബലിയാക്കണം മാത്രമല്ല, അതിൽ നക്കെന്തോ എല്ലാത്തിലും 300 ഇതിലും നക്കെന്താവണം ഈത്ത ಬಲ കിട്ടണം. അങ്ങനെയാണ് ഒന്നാമത്തെ ഇത് ಬೇಕಿರೋದು. രണ്ടാമത്തെ ಬೇಕಿರೋದು ಅಂದ್ರೆ ചൊന്നണ്ട കണ്ണ് നക്കി എന്താക്കണം 40 ഒക്കെ എന്താക്കണം സ്വർണം തരണം, 40 ഒക്കെ എന്താക്കണം ബംഗാർ തരണോണ്ടാണ് ചൊല്ലത്. അതായത് അക്കാലഘട്ടത്തിൽ ഒരു അടിമരെ മോചിപ്പിക്കണം കണ്ടെങ്കിൽ ഒലിമ്പോ ഒക്കെയമ്മ അല്ലെങ്കിൽ 10 ഒക്കെയമ്മ 8 ഒക്കെയമ്മ കൊടുത്തോയിന്ന്, അത്ര ശരിയാണ് കൊടുത്തോയിന്നത്. ഈ 40 ഒക്കെ ചൊല്ലത് വലിയൊരു പൈസ ടിക്കർ വെച്ചത്. അതേപോലെ ഈ പിന്നൊരു കാര്യം എന്ന് പറഞ്ഞെങ്കിൽ ഈത്തബലത്തേക്ക് ചൊന്നില്ല 300 ഈത്തബല വെച്ച് തരണോണ്ട്. അതായത് അക്കാലഘട്ടത്തിൽ ഒരു ഈത്തബല വെച്ച് കൊടുത്തേണ്ട കണ്ടെങ്കിൽ, ഈത്തബലത്തെ മര വെച്ച് കൊടുത്ത ഒരു 300 ഈത്തബലത്തെ മര വെച്ച് കൊടുത്തേണ്ട കണ്ടെങ്കിൽ ഏകദേശം അതിൽ ഒരു 250 260 എന്താവും ഫലം ബർവത്രേ. ബാക്കിയുള്ള ഈത്ത ബലത്ത് എന്താണെന്നുണ്ടെങ്കിൽ ചത്തുപോണ്ട്. അങ്ങനെ ഈ ഒരു സന്ദർഭത്തിൽ ബഹുമാനപ്പെട്ട സൽമാൻ ഫാരിസ് റളിയല്ലാഹു അൻഹു നേരെ എവിടെ പോകണ്ട ഹബീബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുട്ട പേടിച്ചുള്ളൂ, നബിയെ ഞങ്ങളെ കൊണ്ട് സാധിക്കല നബിയെ, അത്ര വലിയൊരു ഡിമാൻഡാണ് അവൻ എന്താക്കിയത് വെച്ച് തന്നതെന്ന് ചൊല്ലും. അപ്പോൾ മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കേൾക്കറ് എന്താണ് ഡിമാൻഡ് എന്താണ് കേൾക്കറ്. അപ്പോൾ ചൊല്ലു ഇങ്ങനെ 300 തൈ വെച്ച് കൊടുക്കണം, അതിൽ ഫല കിട്ടണം, അതേപോലെ 40 സ്വർണ്ണം കൊടുക്കണം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലു, എന്നെങ്കിൽ നീ പോയിട്ട് എന്താക്കും മോചന പത്രം എഴുതിയോണ്ട് ബാ. അതായത് ഇത്ര തന്നെ കണ്ട് ബുഡറൻ ചൊല്ലുവർ ആ ഒരു പത്രം എന്താക്കുമ്പോ എഴുതിയോണ്ട് ബാ ചൊല്ലു. അപ്പോൾ ബഹുമാനപ്പെട്ട സൽമാൻ ഫാരിസ് റളിയല്ലാഹു അൻഹു പോകുന്നുണ്ട് എഴുതിയോണ്ട് പണ്ട്. അങ്ങനെ ബഹുമാനപ്പെട്ട ഹബീബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതങ്ങ് ചൊല്ലും, അതായത് സ്വഹാബിങ്ങളായിട്ട് ചൊല്ലും, ആരാണുള്ളത് ഈ ഒരു സൽമാൻ ഫാരിസ് റളിയല്ലാഹു അൻഹു സഹായിക്കുകയില്ല ആൾക്കാർ ആറുള്ളവരും കേൾക്കണം. അപ്പോൾ അണ്ടത്തെ കാലഘട്ടത്തിൽ മദീനത്തിൽ കുറേ എന്താണ് കൃഷിക്കാരായ ആൾക്കാരാണ് സ്വഹാബികളാണ് ഇന്നത്. അങ്ങനെ എന്താക്കാറ് ഓരോ എന്താക്കാറ് എടുത്തുകൊണ്ട് പണ്ടറ് ഓരോരോ തൈയും കുറേ ആൾക്കാർ ഒരു തൈ 2 തൈ 10 തൈ 100 തൈ ഇങ്ങനെ കുറേ തൈ ഇങ്ങനെ എടുത്ത പണ്ടാറ്. അങ്ങനെ 300 തൈ എന്താവിടും ഈത്ത ബലത്ത് 300 തൈ ആവിടും. അപ്പോഴാണ് ഹബീബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്താക്കട് സൽമാൻ ഫാരിസ് റളിയല്ലാഹു അൻഹു ചൊല്ലും, നീ എന്താക്ക് നേരെ പോയിട്ട് എന്താക്കണം 300 ഗുലി എടുക്കണം, നീ എന്താക്കണ്ട തൈയുടെ നടണ്ട 300 ഗുലി എടുക്കണം ചൊല്ലും. അങ്ങനെ സ്വഹാബികളും ഇങ്ങെല്ലാം പോയിട്ട് എന്താക്കാറ് 300 ഗുലി എടുക്കാറ്. അങ്ങനെ ഗുലി എടുത്തിട്ട് 300 ഓരോരോ ഗുലിയുടെ മുട്ട എന്താക്കാറ് ഈ ഒരു തൈരെടുത്ത് പോയിട്ട് വയ്ക്കുക. അങ്ങനെ പിന്നീടാണ് ചൊല്ലുക നാണ് അവിടെ ഹബീബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്താക്കാറ് പോയിട്ട് ആ 300 തൈ എന്താക്കാറ് നട്ട് കൊടുക്കണം. അങ്ങനെ നട്ട് കൊടുത്തിട്ടു ഒരേ വർഷത്തിൽ എന്തായിട്ട് നട്ടൽ വീണ ഒരേ വർഷത്തിൽ എന്തായത് ആ 300 തൈയും എന്തായിട്ട് ഫലം ಬಂತುണ്ടാണ്. 300 തൈയിലും എന്തായിട്ട് ഈത്ത ഫലമായിട്ട്. അത് ഞാൻ പഠിച്ചതുപോലെ ഇല്ലെങ്കിൽ ഈ ഒരു 250 260 തൈ മാത്രമേ എന്താ അവിടെ ഇങ്ങനെ ആക്കിയിട്ട് കണ്ടെങ്കിൽ ഫലത്തണ്ടത്, ബാക്കിയെല്ലാം എന്താവും ചത്തിട്ട് പോകും. പക്ഷെ ഇതെന്തായാലും 300 തൈയും എന്തായിട്ട് ഫല കൊടുത്തുത്താണ്. അങ്ങനെ ആ ഒരു കാര്യം എന്തായത് തീന്ത്. അങ്ങനെ രണ്ടാമതായിട്ടുള്ളത് 40 ഒക്കെ സ്വർണ്ണമാണ് കൊടുക്കുള്ളത്. ഈ ഒരു സന്ദർഭത്തിൽ ഒരെന്നാൽ എന്താക്കാറ് ഈ സ്വർണ്ണത്തെ ഇതിൽ സ്വർണ്ണാക്കണമെങ്കിൽ കുറെ ആൾക്കാർ എന്താ വിടാറ് ഇസ്ലാം സ്വീകരിക്കായിട്ടാണ് വേണ്ടത്. ഇസ്ലാം സ്വീകരിക്കുക വന്നിട്ട് അങ്ങനെ എന്താക്കാറ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ബംഗാര ഒരു ഗിട്ട കൊടുക്കാറ്. അതായത് ഒരു കോലി മുട്ടെടുത്ത വലിയ ഉള്ളതാണ് ഒരു ബംഗാര ഒരു ഗിട്ട. അങ്ങനെ കൊടുത്തിട്ടാകുമ്പോൾ അങ്ങനെ എന്താക്കട ഈ ഒരു കോലി മുട്ടെടുത്ത വലിയാണ് ആ ഒരു ബംഗാരിക്കിടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്താക്കടത് സൽമാൻ ഫാരിസ് റളിയല്ലാഹു അൻഹു വിളിച്ചോളൂ ഈ ഒരു എന്താ ഈ ഒരു ബംഗാര ഒരു കോലി മുട്ടെടുത്ത വലിയ ഉള്ളത് അത് കൊടുത്തോളും, ഈ ഇതെന്താക്ക് കൊടും, ഇതിൽ 40 ഒക്കെ സ്വർണ്ണം കിട്ടും. അപ്പോഴാണ് സൽമാൻ ഫാരിസ് റളിയല്ലാഹു അൻഹു ചൊല്ലിയത്, നബി ഇത് ചെറിയതാണ്, ഇതിൽ 40 ഒക്കെ സ്വർണ്ണം കിട്ടല. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലും, നീ എടുത്തു പോ നോക്കൂ. അങ്ങനെയാണ് ഇയാൾ എന്താക്കുന്നത് പോയിട്ട് അതിലെന്താക്കരുത് മുറിക്കരുത്. അങ്ങനെ മുറിച്ച് നോക്കുമ്പോൾ എത്ര മുറിച്ചിട്ട് അങ്ങനെ അതിലെന്തായിട്ട് 40 ഒക്കെ സ്വർണ്ണം കിട്ടിയിട്ടുണ്ടാണ്. ചെറിയൊരു ഇതിൽ 40 ഒക്കെ സ്വർണ്ണം എന്തായിട്ട് കിട്ടിയിട്ടുണ്ടാണ്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു മൂജിസത്തായിട്ടാണ് ചൊല്ലുന്നത്. ഈ ഒരു ഈത്തബല മറ ഇതായതും അതേപോലെ ഈ ഒരു ഒക്കെ സ്വർണ്ണത്തതും. അങ്ങനെ ഈ 40 ഒക്കെ സ്വർണ്ണം കൊടുത്തിട്ട് അങ്ങനെ എന്താവും ബഹുമാനപ്പെട്ട സൽമാൻ ഫാരിസ് റളിയല്ലാഹു അൻഹു എന്താവും അടിമത്തിൽ നിന്നിട്ട് മോചനാവിടും, അതായത് സ്വതന്ത്രനാവിടും. അങ്ങനെ ഈ ഒരു സന്ദർഭത്തിലാണ് ഏത് ബണ്ടത് ഖന്തക് യുദ്ധ ബണ്ടത്. അങ്ങനെ ഖന്തക് യുദ്ധ ബണ്ട് ഒരു സന്ദർഭത്തിൽ
ശത്രുപക്ഷത്തിൽ നിന്നിട്ട് 10,000 ആൾക്കാരാണ് ഇക്കടത്. മദീനത്തിൽ സ്വഹാബികളാണെങ്കിൽ 3,000 സ്വഹാബികൾ. അപ്പോൾ ഇങ്ങോട്ട് വലിയ ആർമാദിച്ചിട്ടാണ് ശത്രു പക്ഷത്തെ ആൾക്കാർ വേണ്ടത്. അങ്ങനെ ഈ ഒരു ചർച്ച നടക്കുക, എങ്ങനെ ഈ ഒരു യുദ്ധം ഞങ്ങൾ പിടിക്കാച്ചുള്ള ഒരു ചർച്ച നടക്കുക. ഈ സന്ദർഭത്തിൽ ബഹുമാനപ്പെട്ട സൽമാൻ ഫാരിസ് റളിയല്ലാഹു അൻഹു ഈ ഒരു ചർച്ച വന്നിട്ടുള്ള നബിയെ, പേർഷ്യയിൽ ഞങ്ങൾക്ക് സന്ദർഭത്തിൽ ഇങ്ങനെ ഒരു വലിയൊരു ആൾക്കാർ ബണ്ടെങ്കിൽ ഒരു പ്ലാനുണ്ട്. അതായത് വലിയൊരു കണിയെടുക്കാം, വലിയൊരു ഗുണ്ടിയെടുക്കാം, ഒരു കണി പോലത്തെ ഉദ്ധത്തുള്ള വലിയൊരു ഗുണ്ടിയെടുക്കാം. അങ്ങനെ അതിനുള്ളിൽ നിന്നിട്ടാണ് അങ്ങ് എന്താക്കുന്നത്, ഈ ശത്രു സൈന്യം പോയാൽ പെണ്ണങ്ങത്തിൽ നിന്ന് വന്നോണ്ടിരുന്നത്. ശത്രു എന്താക്കുക ಅಂತ ഞങ്ങളെ ಮೇಲೆ യുദ്ധാക്കുക ಅಂತ ഈ ഒരു പ്ലാൻ ചൊന്നു കൊടുത്തിട്ടാകുമ്പോൾ എന്തായത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതേപോലെ സ്വഹാബിങ്ങൾ അതൊരു പുതിയൊരു ഐഡിയ ആയിട്ടാണ് ഇങ്ങനെ ഗൊന്തായത്. അപ്പോൾ ഇങ്ങനെ ആക്കാച്ചുള്ളത്. അങ്ങനെ എന്താക്കി എല്ലാ സ്വഹാബികളും കൂടിയിട്ട് എന്താക്കുക, വലിയൊരു കിഴങ്ങ്, അത് വലിയൊരു കണി എന്താക്കുക എടുക്കാറ്. അതായത് വാറത്തോലും സ്വറാക്കിയിട്ടാണ് ഇത്ര വലിയ എന്താക്കുക ഒരു കണി പോലത്തെ എടുക്കുന്നത്. വലിയ ഗുണ്ടിയിലുള്ളെങ്കിൽ വലിയൊരു കണി എടുക്കുന്നത്. കിഴങ്ങ് എടുത്തത് കൊണ്ട്, അതായത് ഈ ഒരു കണി എടുത്തത് കൊണ്ടാണ് ഖന്തക് യുദ്ധത്തിൽ എന്താ അവിടുത്തെ വിജയം വേണ്ടത്. അങ്ങനെ ശത്രുപക്ഷത്തങ്ങ് സോത്തിട്ടങ്ങ് എന്താക്കുക പോണ്ടാറ്. അതുക്കുള്ള വലിയൊരു ഐഡിയ കൊടുത്തത് ആരാണ്? സൽമാൻ ഫാരിസ് റളിയല്ലാഹു അൻഹു ആയിട്ട് ബുദ്ധിമാനായ ആളായിട്ട് എന്താറ് ബഹുമാൻ സൽമാൻ ഫാരിസ് റളിയല്ലാഹു അൻഹു. ഈ സൽമാൻ ഫാരിസ് റളിയല്ലാഹു അൻഹു പഠിക്കോപനായിട്ട് ഒരുപാട് സ്വഹാബികൾ എന്തായിട്ടുണ്ടാറ് വന്നിട്ടുണ്ടാറുണ്ടാണ് ചരിത്രത്തിൽ ചൊല്ലത്. അപ്പോൾ ഇത്രയായിട്ട് ബഹുമാനപ്പെട്ട സൽമാൻ ഫാരിസ് റളിയല്ലാഹുവിൻ്റെ ഒരു ചരിത്രം ചൊല്ലത്. പണ്ടേ നാളിൽ ബഹുമാനപ്പെട്ട സൽമാൻ ഫാരിസ് റളിയല്ലാഹുവിൻ്റെ മരണവും അതേപോലെ ഇസ്ലാമിൽ പിന്നത്തുള്ള ജീവിതത്തെ ആണ് ഞങ്ങൾ എന്താക്കരുത് പഠിക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ബണ്ടേ വീഡിയോയിൽ കാണാം. അത്രത്തോളം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.